ശരിക്കും എനിക്ക് കാർഗിൽ കാണുമ്പോൾ നമ്മളെന്താ പറയുക, ഒരു ഗെയിമിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്ത്. മനസ്സിലായി, ഒരു പോലീസാണ്, മനസ്സിലായോ? എഞ്ചാതി മനുഷ്യന്മാരറിയോ നമുക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടിച്ച ഒന്ന്. പാലം നോക്കിയാണ് വേണ്ട എൻ്റെ മോനെ, വിഷയം പാലം മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ പാലം. എൻ്റെ പേരിലൊരു നദിയോ. ഹലോ അമിഗോസ്, കൊമേസ്താൻ. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കാർഗിലാണ്. പ്രശസ്ത എന്താ പറയുക, ധീര ജവാന്മാർ പോരാടിയ കാർഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാർഗിൽ നമ്മൾ റൂം എടുത്ത് കയറുന്ന ഇന്നലെ. യെസ്, ഇപ്പോൾ നമ്മൾ ഇറങ്ങാണ്. ഇതുണ്ടോ, ഇതാണ് ഔട്ട്ഫിറ്റ്. ഓക്കെ, ബൈ. 2 ആപ്പിളുണ്ട്, ഇന്നലെ വാങ്ങിയതോ. വേണ്ട, എല്ലാം കിട്ടില്ല വെയിലാണ്. സമയം 9 മണിയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല പൊള്ളണ വെയിലെത്തി. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടാത്തത്. പക്ഷേ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നല്ലോണം ടാൻ അടിക്കും, അത് വേറെ വിഷയം. ഇതാണ് കാർഗിലിലെ കാഴ്ചകൾ. കാർഗിൽ പറഞ്ഞാൽ വലിയൊരു ടൗണാണ്. ഞാൻ ശരിക്കും പറയാം, എൻ്റെ ഒരു ഇമാജിനറിയിൽ ഞാൻ ഇങ്ങനെയൊന്നല്ല കാർഗിലിനെ വിചാരിച്ചിരുന്നത്. പക്ഷേ കാർഗിൽ പറഞ്ഞാൽ വലിയൊരു ടൗണാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടൗണാണ് കാർഗിൽ ഗൈസ്. കണ്ട അവിടെ അതൊരു നദി, വലിയൊരു നദി ഒഴുകി പോകുന്നുണ്ട്. ഇതൊക്കെയാണ് കാർഗിൽ. ശരിക്കും എനിക്ക് കാർഗിൽ കാണുമ്പോൾ നമ്മളെന്താ പറയുക, ഒരു ഗെയിമിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്ത്. അത് ചിലപ്പോൾ GTA 5 കാണണം ഇതുപോലത്തെ ഒരു ബിൽഡിങ് കാര്യങ്ങളോ. ഇന്നലെ കറക്റ്റ് കിട്ടി നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. അവിടെ ടവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ 5 മണിക്കൊരു വെയിലടിച്ചിന്. 5-6:30 ആയപ്പോൾ ആ വെയിലത്ത് അത് കാണാൻ എന്തോ ഒരു നേക്കറിയാം. കറക്റ്റ് എന്താ പറയുക, ലോസ് ആൻഡോസ് പോലെ, മറ്റേ GTA 5 ഉള്ള പോലെ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. ശരിക്കും ഇത് കാണുമ്പോൾ ശരിക്കും ആ ഒരു ഇതുണ്ട്. ചെറിയൊരു ഗെയിമിലൊക്കെ ഉള്ളൊരു സ്ഥലം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ അറിയില്ല, പക്ഷെ അങ്ങനെ എന്തോ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ചോദിക്കണതാ ഗൈസ്. നമ്മളിവിടെ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇത് കണ്ടാ, ഇതെന്ത് സംഭവം? സെൻട്രൽ മാർക്കറ്റ് ഇക്ബാൽ ബ്രിഡ്ജ്. അത് നന്നാക്കണുള്ളൂ. എന്തോ ബ്രിഡ്ജിൻ്റെ എന്തോ ഇതാണ് സംഭവം. പറഞ്ഞല്ലോ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ കാണാൻ. ശരിക്കും നമ്മൾ വിദേശത്തൊക്കെ എവിടെ എത്തിയ പോലെ. ഇത് ഇന്ത്യയിലാണോ നമുക്ക് തോന്നിപ്പോകും, അങ്ങനത്തെ ഒരു സ്ഥലം. വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് നോക്കി, അമ്മാതിരി ഒലിച്ച് വരുന്ന വെള്ളമാണ്. മഞ്ഞ കുരുക്കി വരുന്ന വെള്ളമായിരിക്കാം മേ ബി. ഭയങ്കര ഒലിവാണ്. വീണ് കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ കിട്ടൂല. പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടോ, എന്തോ വലിയ സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. എന്താണെന്നറിയില്ല. ഇക്ബാൽ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ ഒരു ലോക്കൽ ബസ് സ്റ്റാൻഡാണിത് കാണുന്നത്. ഇവിടുത്തെ ബസ്സുകളുണ്ടാ, നല്ല രസമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബസ്സാണ്. കണ്ട ചുവപ്പും വെള്ളയും ചെറിയ ബസ്സുകളാണ് ഇവിടുത്തെ. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങാട്ടിൽ രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ്. ഈ ഒമ്നിയൊക്കെ കാണാൻ എന്താ പറയുക, ഷെയർ ടാക്സികളാണ് അധികവും. ഷെയർ ടാക്സികളാണ്, പ്രൈവറ്റും ഉണ്ട്. എന്താ കണ്ട കുറച്ച് ഫ്രൂട്ട്സ് കട, നല്ല രസമുണ്ട് ഗൈസ്. ആൾക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ലി. അത് മാത്രമല്ല അവിടുത്തെ ആൾക്കാരൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. കശ്മീരി ആൾക്കാരധികവും. നമ്മൾ ശ്രീനഗർ എത്തിയിട്ടില്ല, എന്നാലും ഇവിടുത്തെ ആൾക്കാരെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. കണ്ട ഇവിടുത്തെ മാർക്കറ്റ് കണ്ട. ടാക്സി സ്റ്റാൻഡ് ഗൈസ്. ഈ ഒഴുകുന്ന നദി ഏതാണെന്നറിയോ? സുറു നദി എന്നാണ് പേര്. പിന്നെ പെരുന്നിൽക്കൽ സുറു എന്നാണ്. എൻ്റെ പേരിലൊരു നദിയോ എനിക്കറിയില്ല കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. സുരു എന്നാണോ സുറു എന്നാണോ എന്നറിയില്ല. SURU എന്നാണ് ചാച്ചിപ്പിട്ടി നോക്കി മനസ്സിലായത്. എന്തായാലും നല്ല കിടിലൻ നദി തന്നെയാണ്, ഒഴുകി പോണത്. ഇതിക്കൊക്കെ വീണാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ കിട്ടൂല. അമ്മാതിരി ഒഴുക്കാണ്, അതും നല്ല ചളിവെള്ളം.
ഗൈസ്, കാർഗിലിനെ പറ്റി ഞാൻ ഒന്നും വിവരിച്ച് തന്നിട്ടില്ല. കാർഗിൽ എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാർഗിൽ. കാർഗിൽ വാർ നടന്നത് ഇവിടെയാണ്. 1999 വാർ നടന്നത്. ജൂലൈ 26 കാർഗിലിൻ്റെ 24 or 5 സെലിബ്രേഷൻ ആയിരുന്നു. ഇന്ന് ജൂലൈ 27. നമ്മൾ വീഡിയോ ഇടുമ്പോൾ എന്തായാലും സെപ്റ്റംബർ ആവും. അപ്പോൾ കാർഗിലിനെ പറ്റി പറയുകയാണെങ്കിൽ ലേക്കും ശ്രീനഗർക്കും ഇടയിലുള്ള ഒരു വലിയ പട്ടണമാണ് കാർഗിൽ. വലിയത് പറഞ്ഞാൽ നല്ലൊരു വലിയ പട്ടണമാണ്. ലഡാക്ക് കഴിയാൻ പിന്നെ ലഡാക്കിൻ്റെ ശ്രീനഗറിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമാണ് കാർഗിൽ. അതേപോലെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ മുസ്ലിംസാണ്. പിന്നെ കുറച്ച് ബുദ്ധമതക്കാരുണ്ട്. മുസ്ലിംസ് പറയുമ്പോൾ ഷിയ മുസ്ലിമാണ്. ഷിയ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതൊക്കെയാണ് കാർഗിലിനെ പറ്റി പറയാനുള്ളത്. സമുദ്രനിരപ്പ് ഏകദേശം 8000 ഫീറ്റ് ഉയരത്തിലാണ് കാർഗിൽ നിൽക്കുന്നത്. പിന്നെ ഈ ഒഴുകി പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ സുരു നദിയാണ്. അതൊക്കെയാണ് കാർഗിലിനെ പറ്റിയുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ. പിന്നെ പറയാനുള്ളത് കാർഗിൽ ഇതാണെങ്കിലും കാർഗിൽ വാർ നടന്നത് ഇവിടുന്ന് കുറച്ചുകൂടി പോകണം. ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദ്രാസ്, ടൈഗർ ഹില്ല് ഈ ഭാഗത്തൊക്കെയാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തല്ല. കാർഗിലിന് പേരുണ്ടെങ്കിലും ദ്രാസ് ആ ഭാഗത്താണ് യുദ്ധം നടന്നിട്ടുള്ളത്. അതേപോലെ കാർഗിൽ മെമ്മോറിയലും ദ്രാസിൽ എത്തുന്നതിന് മുമ്പാണ്. ദ്രാസ് വരുമ്പോൾ കാർഗിലിന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് ദ്രാസിക്ക്. അപ്പോൾ അതിനിടയിലാണ് ഈ വാർ മെമ്മോറിയലൊക്കെ വരുന്നത്. അതൊക്കെയാണ് കാർഗിലിനെ പറ്റിയുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ഇതണ്ട ആപ്രിക്കോട്ടിൻ്റെ ഒരു തോട്ടമാണ് ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ട്. നടക്കുന്ന വഴി ആപ്രിക്കോട്ടിൻ്റെ തോട്ടം ഒക്കെ പഴുത്ത് നല്ല കിടിലനായിട്ട് നിൽക്കുന്നുണ്ട്. പറിച്ചാൻ പറ്റണ ഒറ്റൊന്നും ഇവിടെ അടുത്തില്ല. ഞാൻ ഇവിടുത്തെ ഓണർ അതിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് വേണ്ട വിചാരിച്ചു. അല്ല, പറിച്ചാൻ പറ്റുന്ന സ്ഥലത്തില്ല. നിലത്ത് കുറേ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആപ്രിക്കോട്ട കുറേ തിന്ന് മടുത്തിട്ട് ചെയ്യാന്ന് കുറേ തിന്ന് പറയാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മളെ നാട്ടിൽ ചക്കി മാങ്ങ ഉണ്ടാവണ പോലെ ഇവിടെ ആപ്രിക്കോട്ട്, ഓറഞ്ച്, ആപ്പിള്, പ്ലംസ് ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാവില്ല. റിച്ച്. ഇതുണ്ടാ ഒരു കിടിലം പാലം. എൻ്റെ മോനെ നല്ല രസമുള്ള പാലം. പക്ഷേ അതിന് അടിയത്തെ വെള്ളം നോക്കിയാണ് അമ്മാതി ഒഴിക്കും. പാലം നോക്കിയാണ് വേണ്ട. എൻ്റെ മോനെ വിഷയം പാലം. മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ പാലം. ഇതാണ് പൊള്ളിയാടി. അത് ആലോചിച്ച് നോക്കി ഒഴുക്കി പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കേരളം ഒരു ഐഡിയ ഉണ്ടാവില്ല. അമ്മാതിരി പാലം. വേണ്ട തോടായി എന്ത് പാലം. ഗൈസ്, നമ്മൾ നടന്നു വരുമ്പോൾ പോലീസുകാരുണ്ട്. കാർഗിൽ പോലീസാണ്. എന്നിട്ട് ഇവിടെ ഒരു നീച്ച് കണ്ട് പറഞ്ഞു ഇവിടെ ഇരുന്നോളി നമ്മൾ. ओके आपका नाम क्या है सर? हम देखो हमारा वीडियो आप नहीं। हाँ सर ठीक। नाम मोहम्मद जाफर है। आप लोग हमारे मेहमान हैं। कुर्सी में बैठो, चाय पियो। सुना, चाय बनाए, चाय पियो, आराम से चले जाओ। आप लोगों की खिदमत के लिए हम बैठे यहाँ। सुना, पानी पिया? നമുക്ക് ഇതാ ഇവിടെ ബാഗൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് നമുക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ തന്നെ കസാലൊക്കെ ഇട്ടുകൊണ്ട് കസാലൊക്കെ ഇട്ടെന്ന് നമുക്ക് ഇവിടെ ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തെല്ലാം മനുഷ്യന്മാരല്ലേ. ഓ, ഞാൻ ചോദിക്കും ഒരു പോലീസാണ് ഇവര് നീച്ചുകാണ്ട് നമ്മളോട് ഇവിടെ ഇരിക്കാൻ. എന്നിട്ട് ഈ മുപ്പര് ഹായ് അവിടുന്ന് കസാല എടുത്തു കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഒന്ന് ആലോചിക്കുക, എന്ത് നല്ല മനുഷ്യന്മാരാണ് ആലോചിക്കുക. ഇത് കാർഗിലിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ ദ്രാസൊക്കെയാണ് പോകണത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ പൈതൽസ് ഇങ്ങനെ വരാണോ ചോദിച്ചു. ചില ഇങ്ങനെ നടന്നു വരാണോ ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഇരിക്കിന്ന് പറഞ്ഞാണ്ട് ഒരു നീച്ച് നിൽക്കുക. ഒരു നീച്ച് നിന്നിട്ട് ഇവിടെ ഇരിക്കിന്ന് പറഞ്ഞു. വേറൊരാൾ കസാല എടുത്ത് പറഞ്ഞിട്ട് വന്നാണ്ട് ഇവിടെ ഇരുന്നോളിന്ന് പറഞ്ഞു. ആൻഡ് നമുക്ക് വെള്ളം തന്ന് ഇങ്ങോട്ട് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ ഇനി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാണ്ട പോലീസുകാരാണിത്. എന്ത് നല്ല മനുഷ്യന്മാരല്ലേ. ഓ
എൻ്റെ മോനെ എന്ത് നല്ല പോലീസുകാരെന്നറിയോ. കേരള എന്തോ നല്ല മനുഷ്യന്മാരും അറിയോ. ആ പോലീസുകാരാണെന്ന് ഓർക്കണേ. അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചാൽ ചായ വേണോ വെള്ളം തന്നു. ഇങ്ങോട്ട് നമ്മൾ ചായ കുടിച്ചോളി എന്ന് കുറേ ആയിട്ടും പറഞ്ഞേ. എന്നിട്ട് വെല്ല പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ. ഇങ്ങോട്ട് പോകാൻ നേരത്തെ ഈ എയർപോർട്ടിൻ്റെ കൈക്കുന്ന് താഴെ വീണിട്ടാ. അപ്പോൾ മൂപ്പര് എടുത്ത് തന്നിക്ക. മനസ്സിലായി, ഒരു പോലീസാണ്. മനസ്സിലായോ? എഞ്ചാതി മനുഷ്യന്മാരറിയോ. നമുക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടിച്ച. ഒന്നാമതെന്ന് വെച്ചാൽ ഒരു പോലീസായതുകൊണ്ട് നമുക്ക് ഇത്ര ഒരു അത്ഭുതം. അത്രക്കും കൈൻഡായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഓ ഗൈസ്, നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവേണ്ടെന്നറിയില്ല. ഇത് ചളിവെള്ളം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കുറച്ചുകൂടി വൃത്തിയുള്ള വെള്ളം. എന്നിട്ട് നടുവിൽ ഇങ്ങനെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ചളിവെള്ളം, ഇവിടെ നല്ല വെള്ളം. ഇങ്ങനെ ഒരു ലൈന് പോലെ നടുവിൽ. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല ഗൈസ്. ഇങ്ങനെ ഒരു സമുദ്രം ഉണ്ടല്ലോ, എനിക്ക് പേരൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ കാണാൻ ആദ്യമായിട്ടാണ് കണ്ട. ഇവിടെ കുറച്ച് നല്ല വെള്ളം, ഇവിടെ ചളിവെള്ളം. പക്ഷെ മിക്സ് ആവണില്ല അങ്ങനെ. ആ ഭാഗത്ത് മിക്സ് ആവേണ്ടി തോന്നുന്നു. പക്ഷെ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ടിങ്ങനെ ഒരു ലൈന്. അപ്പുറത്ത് നല്ല വെള്ളം, അപ്പുറത്ത് ചളിവെള്ളം. ഗൈസ്, ഇന്നത്തെ ഫുഡ് മട്ടൻ ചായ ഗൈസ്. കഴിച്ചിട്ട് വരാം. നല്ല കിടിലൻ വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, അങ്ങനെ നമുക്കൊരു ചെറിയ ലിഫ്റ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ എത്തിയിരിക്കുന്നത് ദ്രാസിലാണ്. അപ്പോൾ ഈ ദ്രാസിലെ കാഴ്ചകൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ദ്രാസ് പറയുമ്പോൾ എൻ്റയർലി വ്യൂ മാറി, കാഴ്ചകളൊക്കെ മാറി. അപ്പോൾ ദ്രാസിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.